Techhackwork പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ബാക്ക് കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് വിനീർ പാനലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ ജിപ്സം ബോർഡ് നനഞ്ഞിട്ടത് എങ്ങനെ ക്ലിയർ ആക്കാന്നുള്ള വീഡിയോ, അങ്ങനെ തന്നെ നമ്മൾ AC ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ പിന്നെ ഇതിൽ പെയിൻ്റ് അടിക്കുന്നതും ഒപ്പം ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ, അങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ തേക്കിൻ്റെ 3mm വിനീറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റെക്സ് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതെങ്ങനെ ഒട്ടിക്കാന്നുള്ളത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ഞാൻ ചെയ്തേക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ബ്ലോക്ക് ബോർഡാണ് ഇതിൻ്റെ ബാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഒന്ന് തേച്ച് ലെവലാക്കി, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് റഫാക്കി വിടുന്നുണ്ട്. നമുക്ക് ഈ ഗമ്മ് പിടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് റഫാക്കി വിടുന്നുണ്ട്. തേക്ക് കളർ 3mm തിക്നെസ് ഉള്ള വിനീർ, അത് നമ്മൾ ടേബിൾ സോലിട്ടിട്ട് കംപ്ലീറ്റ് ഒരേ വീതിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3-7-8 ആ ഒരു റേഞ്ചിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 പീസ് കിട്ടും. 4 അടി വീതി 8 അടി നീളം ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതിൽ ഗമ്മിട്ട് ആണിയം വെച്ചിട്ട് ഇങ്ങനെ ഹോറിസോണ്ടലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പിൽ നമ്മളൊരു കാണാൻ ഒരു വൃത്തിക്കൊണ്ടിട്ട് ഒരു 5mm ഗ്യാപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നീളം മുറിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 1, 2, 3 ആ ഓർഡറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീളം മാറില്ല. ഡയറക്റ്റ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് മായ്ച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്ടർ പേപ്പർ ഇട്ടിട്ട് പിന്നീട് വരച്ച് ചെറിയൊരു ഇത് മാത്രം ഇട്ടിട്ട് പോളിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കളർ ശരിക്കും അവിടെ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് വിനീറിൻ്റെ ഇങ്ങനത്തെ ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ സൈഡിൽ വെച്ചതിന് ശേഷം അറ്റം അപ്പുറത്ത് കണക്കാക്കി വെച്ചിട്ട് ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ലേ. ഈ ബോർഡറിൻ്റെ കളറൊക്കെ ഞാനിപ്പോൾ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫാനിൻ്റെ മുകളിലത്തൊക്കെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ തന്നെ AC ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ നമ്മളിതിപ്പോൾ വിനീർ മാർക്ക് ചെയ്യുന്നു. ഓരോന്ന് ട്രൈ സ്കോർ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ആ ഒരു മാർക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സൈഡിൽ ചെതറി വരുന്ന ഈ ഒരു ഭാഗം നമ്മളിപ്പം തന്നെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സുഖമായിരിക്കും. അപ്പോൾ ചെറിയൊരു എമർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് വിട്ടാൽ മതി. ബോർഡിൻ്റെ പശ ഇടുന്നതിന് മുമ്പേ നമ്മൾ താഴെ ഇങ്ങനെ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടോ. നമ്മൾ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ മുകളിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്നാലും ഗം ഉറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്യേണ്ട ഒരു പണി കുറഞ്ഞു കിട്ടും. ഗം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി ഫെവിക്കോളിൻ്റെ ഹീറ്റെക്സ് ഉപയോഗിക്കുന്നുണ്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ. കോർണറും കൂടി അങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇളകി പോരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് നമ്മൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വിനീറിൻ്റെ മുകളിൽ അങ്ങനെ ആക്കിയിട്ട് ഒരു 8 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ വിനീറിന് ഗം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പുട്ടി ബ്ലേഡ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ 5 രൂപയുടെ പുട്ടി ബ്ലേഡ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധാരണ വരുത്തുണ്ട്, ഒരു ചീർപ്പ് പോലെ കട്ടിങ്ങിലുള്ളത്. അത് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ പുട്ടി ബ്ലേഡ് ഇടുന്നു. ഇപ്പോൾ ഗമ്മ തേച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മളിങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി കുത്തനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ടിച്ച് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇളക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കുത്തനായിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഗമ്മ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വിനീർ ഒട്ടിക്കാൻ വേണ്ടി പോയി നേരത്തെ ആ സൈഡിൽ വെച്ച് ആ ഒരു കട്ട ഇങ്ങനെ കണക്കാക്കി വെച്ചിട്ട് ആ ഒരു അളവിലേക്ക് ഇങ്ങനെ വെക്കുക. കുറച്ച് ഇങ്ങോട്ട്
ഇടയ്ക്ക് ബെൻഡുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ചെറിയ നേരിയ ആണി ഒന്ന് അടിച്ചു കൊടുക്കും. നമുക്ക് ആ ഒരു ഭാഗം ശരിക്കും ഒട്ടിയിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെ ഈ സൈഡ് വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെക്കും. സൈഡ് കറക്റ്റായിട്ട് അവിടെ ഒട്ടി നിന്ന് തോന്നും. അപ്പോൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഫാബിലോക്കിന് വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടയുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കറക്റ്റാക്കി കൊണ്ടിരുന്നത്. ഇങ്ങോട്ട് യെസ്. ഗം അപ്ലൈ അത്രയും ഭാഗം നമ്മളിപ്പം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി ഗം അപ്ലൈ ചെയ്തിട്ട് താഴോട്ടേക്ക് ഒട്ടിച്ച് വരണം. അപ്പോൾ ഗമ്മ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. നമ്മൾ ഒന്നിച്ച് ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആദ്യം ഗമ്മ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മളിപ്പോൾ ഒന്നുകൂടി ഗമ്മ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഡ്രൈ ആയി, ശരിക്കും ഡ്രൈ ആയി. ഇതിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിടുത്തം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കുറച്ച് സമയം കൊടുത്തിട്ട് ആ ഗമ്മുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം അടുത്ത കോട്ട് ഗം അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി ഒന്ന് പിടിച്ചത് കൊണ്ട് ഒരു ഫിനിഷിങ് ഇതിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി പശ വെച്ചിട്ടുണ്ട്. അത് അകലം കണക്കാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഉളി വെച്ചിട്ട് ആണിൻ്റെ ആ കുടമൊന്നുള്ളിലേക്ക് പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ കളർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേ റൂമിൽ തന്നെ നമ്മൾ വേറൊരു വാളിലായിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കർട്ടനും സെറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഗമ്മ് സെറ്റായി നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന ഈ ഗ്യാപ്പിലൊക്കെ ആയ ഗമ്മല്ല നമ്മൾ ഒന്ന് ഈ കാണുന്ന പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ തിന്നർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഉരച്ചു കൊടുക്കും. അപ്പോൾ ആ തിന്നറിൽ മെൽട്ടായിട്ട് അതങ്ങ് പോയിക്കോളും. നമ്മളത് പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ പേപ്പറിന് മുകളിൽ ഈ ഗമ്മ് പിടിച്ചിട്ട് ഒരു പേപ്പർ ഇതൊരു ഫൈനായിട്ട് മാറി കഴിയുമോ, നമുക്ക് അതിൽ കളയാൻ പറ്റില്ല. ഒരു ഉരുണ്ട് കളി ഉണ്ടാവും. അപ്പോൾ ഇത് തിന്നർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരച്ചതിൽ മെൽട്ടാക്കി കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്ര നല്ല നീറ്റ് തന്നെ കിട്ടും. കാണുന്നില്ലേ, ഈ കാണുന്ന പോലെ നല്ല വൃത്തി തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ തിന്നറിട്ട് കംപ്ലീറ്റ് നമ്മൾ ആ ഗമ്മൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പിലെ ഗമ്മടക്കം കളഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ആണിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ പുട്ടിയിടിയാണ്. അപ്പോൾ സാൻഡ് സീലറിൽ നമ്മൾ തേക്ക് കളർ പൗഡർ മിക്സാക്കി കുറച്ച് തിന്നറും കുറച്ച് ഹാർഡനറും മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആണിയുള്ള ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം, ഈ ജോയിൻറ്റ് നമ്മൾ ബെഡിൻ്റെ അടിയിൽ പോകുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഇട്ടത് കേട്ടോ. അഥവാ ആണിയുടെ ഹെഡ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റീലാണി വെച്ചിട്ട് മുട്ടി കൊണ്ടൊന്ന് ഒന്നുകൂടി മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴ്ന്ന് കുഴിയായിട്ട് നിൽക്കും. അപ്പോൾ പുട്ടി ശരിക്കും അവിടെ പിടിച്ച് നിന്നോളും. അപ്പോൾ നമ്മൾ പുട്ടി ഉരക്കാൻ വേണ്ടി പോയി. അതിന് വേണ്ടിയിട്ട് 320 വാട്ടർ പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ മൂന്നാക്കി മടക്കിയിട്ട് സൈഡിലേക്കാണ് ഉരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ മുകളിലേക്കും താഴേക്കും ഉരക്കാൻ പാടില്ല. അപ്പോൾ ഉരക്കുന്ന സമയത്ത് ഇങ്ങനെ മാത്രം ഉരക്കുക. നമ്മൾ ഉരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു കാരണവശാലും ഈ കാണുന്ന ഒരു ഇതിൽ ഉരക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുത്തനെ ഒരു ലൈൻ വരും. ആ ലൈൻ പിന്നെ പോളിഷ് ചെയ്യുന്ന സമയത്ത് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഉരക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു മോഷനിൽ തന്നെ ഉരക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ സെൻറ്ററിലെ ഒരു ഗ്യാപ്പൊക്കെ കാണുന്നില്ല, നമ്മൾ ആ ഒരു അളവ് വെച്ചിട്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു വേറൊരു കളർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടി മാത്രമല്ല, നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ഉരക്കുന്ന സമയത്തും എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെ ഉരക്കാൻ വേണ്ടി ശ്രമിക്കണം. കുത്തനെ ഒരു കാരണവശാലും ഉരക്കരുത് കേട്ടോ. അവർ ലെൻസ് എടുത്ത് കാണിക്കുന്നുണ്ടാണ്.
അപ്പോൾ മാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ഈ ഗ്യാപ്പിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പാനലിൻ്റെ മുകളിലുമായിട്ട് നമ്മൾ സാൻഡിങ് സീലർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 കോട്ട് അടിക്കണം കേട്ടോ. ആ 2 കോട്ട് നമ്മൾ ആദ്യം ഗ്യാപ്പിൽ ഇങ്ങനെ കുത്തി കുത്തി ഇറക്കുക, അടിക്കുക, പിന്നെ അതിന് ശേഷം മുകളിലായിട്ടും അടിക്കുക. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ സാൻഡ് സീലർ അടിച്ച് അതിന് ശേഷം 320 പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് സാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി. ഏഷ്യൻ പെയിൻറ്റിൻ്റെ മാറ്റ് വുഡ് പോളിഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് കുറച്ച് വർക്ക് കൂടി ഉണ്ട്. നമുക്ക് ഒരു ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കാണ്ട്. അത് ഞാൻ ഏതായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ബാക്കി കാര്യം ഔട്ട്ഡോറിൽ കാണാം. അപ്പോൾ വിനീർ പാനലിംഗ് കംപ്ലീറ്റ് ആയി, പോളിഷും ചെയ്ത്. അപ്പോൾ പോളിഷിൻ്റെ ഭാഗം ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പോളിഷിൻ്റെ ആ ഒരു മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അതെങ്ങനെ മിക്സ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഹാർഡർ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് പാനലിങ്ങിനെ പറ്റി കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്യാപ്പിലേക്ക് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഇതിൽ തന്നെയാണ് പോളിഷിൽ നമ്മൾ പിന്നെ കുറച്ച് ബ്ലാക്ക് സ്റ്റൈനർ മിക്സ് ആക്കിയിട്ട് ആർട്ടിസ്റ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഏതായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഏതെങ്കിലും വരുന്ന ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു പോളിഷിംഗ് വീഡിയോയിൽ നമുക്കത് കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.